ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണതേ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആണ്. വീട്ടിൽ തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പം അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബദാം, പിസ്ത, സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, പീനട്ട്, വാൾനട്ട്, കാഷ്യൂനട്ട്, സെസമി അഥവാ കറുത്തള്ള്, മെക്കാഡോമിയ. ഇങ്ങനെ കാണുന്ന സാധനം കേട്ടോ. ഇതെല്ലാതും വേണമെന്ന് നിർബന്ധമില്ല. നമ്മളുടെ വീട്ടിൽ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ എടുക്കുക. എല്ലാതും തുല്യ അളവിൽ എടുക്കുക. മെക്കറ്റോസ് നമുക്ക് ഈ പുറത്തെ തോട് ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള സാധനം മാത്രം മതി. ഇതിൽ ചിയ സീഡും ഫ്ലാക്സ് സീഡും വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്തോ. അത് കുട്ടികൾക്ക് ബ്രെയിൻ ഡെവലപ്മെന്റിനും വളരെ നല്ല സാധനമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ കുറച്ച് ചിയ സീഡും ഫ്ലാക്സ് സീഡും എന്തായാലും നിർബന്ധമായിട്ട് എടുക്കാം. ബാക്കിയുള്ളത് എന്തൊക്കെയാണ് നമ്മളുടെ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇൻഗ്രീഡിയൻസ്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്തെടുത്തിട്ട് വേണം നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ റോസ്റ്റ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇടാം. എല്ലാതും നമുക്കൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഗ്രൈൻഡ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാതും ഇടാം. പീനട്ട് ഓൾറെഡി നമ്മൾ വറുത്ത പീനട്ടാണ്. അപ്പം എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുത്തിട്ട് വേണം ഗ്രൈൻഡ് ചെയ്യാനായിട്ട്. ചൂടാറാൻ വയ്ക്കാം. ഇത് നമുക്കൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. അപ്പോഴത്തേനും നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ സാധാരണ ചോക്ലേറ്റ് കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കാനായിട്ട് നല്ലത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഡാർക്ക് ചോക്ലേറ്റ് വെറുതെ കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ചെറുതായാലും മേടിച്ചാൽ മതി. ഇതിപ്പോൾ നമ്മളുടെ കയ്യിലുള്ളത് ഇതാണ്. ഇതൊന്നും നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ചോക്ലേറ്റ് ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കാം. അതിലേക്ക് നമ്മളുടെ ഡാർക്ക് ചോക്ലേറ്റ് ഒരു ബൗളിലിട്ടിട്ട് ഇറക്കി വെക്കാം. അപ്പം നമുക്ക് ഡബിൾ ബോയിലിംഗ് സിസ്റ്റം വഴി മെൽറ്റായി കിട്ടും. ഇതിലോട്ട് ഇറക്കി വെക്കാം. അപ്പോൾ നമുക്കൊന്ന് മെൽറ്റായി കിട്ടും. അപ്പോൾ അതവിടെ മെൽറ്റാവട്ടെ. ഇനി നമുക്ക് വേണ്ടത് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ആക്കാനുണ്ട്. ഈത്തപ്പഴം കുരു കളഞ്ഞെടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം എല്ലാതും ചൂടാറിയ ശേഷം ഗ്രൈൻഡറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ പൊടിക്കുന്ന ജാറിലെല്ലാം കൂടെ ഇട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി പൊടിച്ചെടുക്കാം. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിലേക്ക് ആക്കാം. ചെറിയ ചെറിയ ബോൾസ് പോലെയോ ചോക്ലേറ്റിന്റെ ഷേപ്പിലോ ആക്കിയെടുക്കാം. അപ്പൊ നമ്മൾ പൊടിച്ചത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ബോൾസ് പോലെ ആക്കിയെടുക്കാം. അപ്പൊ ഞാൻ ചെറിയ ബോൾസ് പോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടാ. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. ഞാൻ അങ്ങനെ റൗണ്ട് ഷേപ്പ് പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിൽ ഡിപ്പ് ചെയ്യണം. അപ്പൊ നമ്മളുടെ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ്. അതിൽ ഡിപ്പ് ചെയ്ത് ഇങ്ങനെ കിട്ടും കേട്ടോ. എല്ലാ ബോൾസും ഇതുപോലെ ഫുള്ളി ഡിപ്പ് ചെയ്തിട്ട് എടുക്കാം. എല്ലാ സൈഡിലും ചോക്ലേറ്റ് ആക്കുക. കുട്ടികൾക്കൊക്കെ ഇത് എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ ഞാനിപ്പോൾ കാണിച്ച എല്ലാ ഇൻഗ്രീഡിയൻസും വേണമെന്നില്ല കേട്ടോ. ചിയ സീഡ്, അതുപോലെ ഫ്ലാക്സ് സീഡ്, ഡേറ്റ്സ്, ആൽമണ്ട്സ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ നമ്മളുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. എല്ലാതും ഉണ്ടെങ്കിലും അത്രയും നല്ലത്. നമ്മൾ എന്തായാലും കടകളിൽ നിന്നൊക്കെ കുട്ടികൾക്ക് മിഠായി മേടിച്ചു കൊടുക്കണേക്കാളും ഏറ്റവും നല്ലതും ഹെൽത്തിയും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണതാണ്. അപ്പം നമ്മളെല്ലാതും ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലാക്കിയിട്ട് ഫ്രീസ് ചെയ്തെടുക്കണം. അപ്പം നമുക്കിനി ഇത് ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ വയ്ക്കാം. വളരെ ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ്. നമുക്ക് ഫ്രീസ് ചെയ്യാം.
അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഫ്രീസ് ആയിട്ട് എടുക്കാം.